ഹായ്, ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഞാൻ എന്താ ഇവിടേക്ക് പോയിക്കൊണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ പാലം ത്രൂ ആണ് പോകുന്നത്. നല്ല വെയിലുണ്ട്, കുട എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ ഓനെ ഒരുമിച്ചാട്ടോ പോകുന്നത്. എൻ്റെ വീട് ഈ പാലത്തിൻ്റെ അപ്പുറത്തും ഓനെ വീട് പാലത്തിൻ്റെ അപ്പുറത്തും കേട്ടോ. അപ്പം ഇന്ന് ഞാനും ഓനെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടെ വണ്ടി വരാത്തതുകൊണ്ട് ഓനെ അപ്പുറം നിൽക്കുക, റെയിലിൻ്റെ അപ്പുറത്താണോ നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ പാലം കടന്ന് റെയിൽ കടന്ന് ഓൻ്റെ കൂടെ പോകും കേട്ടോ. ഈ കാണുന്ന നെറ്റ് മീനിനെ പിടിക്കാൻ ഇട്ടതാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പണ്ടേ കാണലുണ്ട്, മീനിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഈ കാണുന്നൊക്കെ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുന്ന കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടോ, മുഖമൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഫേസ് വാഷ് ഇല്ല, ഫേസ് വാഷ് തീർന്നിട്ട് കുറച്ചായി. ഒരു അവിടെ കണ്ടതിൽ വെച്ച് ഇത് നോർമൽ ഒരു ഫേസ് വാഷ് വാങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഒരു സൺസ്ക്രീനും കൂടി വാങ്ങണം, സൺസ്ക്രീൻ തീർന്നുപോയി. അതൊന്നും പിന്നെ അങ്ങനെ പുറത്തിറങ്ങാത്ത ഈ ഒരു ഉച്ചയ്ക്ക് പുറത്തിറങ്ങാത്തതുകൊണ്ട് അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല. പക്ഷേ സൺസ്ക്രീൻ വേണം, ഇല്ലെങ്കിൽ നല്ല ടാൻ അടിക്കും. ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഇതിൽ എന്തൊക്കെയോ സാധനങ്ങൾ. ഇതിന് ഏറ്റവും അടിയിൽ കാണുന്ന അന്നത്തെ ഒരു വയറില്ല, അന്ന് ഈ റൂമൊക്കെ ക്ലീൻ ചെയ്തപ്പോഴുള്ള വയറായത് കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നോക്കണം. പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ കേട്ടോ. ഇതെനിക്ക് കൊളാബ് കിട്ടിയ കേട്ടോ. അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ സാധനങ്ങൾ മൊത്തം. സംഭവം ഇതൊരു പ്രാവശ്യം കൊളാബായിട്ട് കിട്ടിയതാണ്. ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ അലോവേറ ജെല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയതാണ്. അതിൻ്റെ കൂടെയാണ് ഈ സാധനങ്ങളൊക്കെ തന്നത്. അങ്ങനെ ആ സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ എനിക്ക് നമ്മൾ ഓഫീസ് തുടങ്ങിയപ്പോൾ വാങ്ങിയത് കേട്ടോ. അന്ന് ഞാൻ എന്താ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് വാങ്ങിയത്. ഇത് പിന്നെ യൂസ് ചെയ്തില്ല, ഇപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ്. ഇതിനിപ്പോൾ ഇവിടെ ഈ മാസത്തെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഈ മാസം കഴിഞ്ഞ് ഇത് ഒഴിവാക്കിയത്. ഇതിൽ ഇത്രയും എങ്ങനെ ബാക്കിയുണ്ട്. ഞങ്ങൾ കുറച്ച് എത്ര യൂസ് ചെയ്തില്ലേ, അപ്പോൾ ഇത്ര തന്നെ ബാക്കിയുണ്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട്. അങ്ങനെ ഇട്ട് ഇത് ഒഴിവാക്കണം. ഇതിന് ഒരു ദിവസം ടൈം ഇട്ടാണ് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ എന്താ അയ്യോ, ഇതെന്തിനാ മെയിനായിട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇവിടെ മൂടി എവിടെ? ഇതെന്തിനാ വെക്കുന്നത് വെച്ചാൽ മെയിനായിട്ട് നമ്മളെ പ്രിൻ്ററിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടി വരുമ്പോൾ അത് ചെറിയ നമ്മൾ കൈയിട്ടെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തോണ്ടിരിക്കല്ലേ, ഇങ്കൊക്കെ ഉണ്ടെങ്കിൽ തോണ്ടിയെടുക്കാൻ വേണ്ടിട്ടോ ഈ ഒരു ബഡ്സ്, അതിനുള്ള സാധനമാണത്. അപ്പോൾ ഞാൻ ആ പ്രിൻറ്റിങ് പരിപാടി നോക്കട്ടെ കേട്ടോ. ഡെയിലിൻ്റെ പണി തന്നെയാണ്. പിന്നെ പ്രിൻ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. എനിക്ക് നല്ല വിശക്കുണ്ട്. അപ്പോൾ ബിരിയാണി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. കുറച്ച് നേരമല്ല, വീട്ടിൽ നിന്ന് രാവിലെ ഫുഡ് കഴിച്ച് വന്നതാണ്, അതുകൊണ്ട് വിശക്കുന്നുണ്ട്. അപ്പം ബിരിയാണി കഴിച്ചിട്ട് ബാക്കി നോക്കാൻ വിചാരിക്കുന്നുണ്ട്. അല്ല, പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രിൻ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ടൈം ആകുമ്പോൾ ബിരിയാണി കഴിക്കുക, എന്നിട്ട് പിന്നെ ബാക്കി പണി നോക്കാം. ബിരിയാണി വാങ്ങാൻ പോകട്ടോ. അപ്പം നമ്മൾ വാങ്ങി അതേ സ്ഥലത്ത് തന്നെയാണ് വാങ്ങുന്നത്. അവിടുത്തെ ബിരിയാണി കുറച്ച് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങി നല്ല ആള് കുറവാട്ടോ, ഭയങ്കര കുറവാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നോണ്ടായിരിക്കും കണ്ടത്രയും കാലിയ റോഡ്, ആരുമില്ല. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങി വന്നിട്ടോ. എന്നുവെച്ചാൽ അവിടെ ഹോട്ടലിൽ എല്ലാവരും ഇങ്ങനെ ഇലക്ഷൻ്റെ റിസൾട്ട് ഇങ്ങനെ ഇത് കണ്ടോണ്ടിരിക്കട്ടോ ലൈവായിട്ട്. ഞങ്ങളിവിടെ രാവിലെ വരുമ്പോഴും കുറച്ച് നേരം കണ്ടിനി, പിന്നെ ഇവിടെ വന്നിട്ടും കുറച്ച് നേരം കണ്ടിരി കേട്ടോ. ഒരു രസമാണല്ലോ അല്ലേ. ഇതാ ബീഫ് തന്നെയാണോ? ഓൻ ബീഫും ഞാൻ ചിക്കനുമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷേ കൂടെ മാറിപ്പോയതാണ്. അപ്പം ഇതല്ല ബീഫ്. എങ്ങനെയുണ്ട്? ഞാൻ അധികം ചിക്കൻ ബിരിയാണി കേട്ടോ വാങ്ങിക്കൽ. എനിക്ക് ബീഫ് ബിരിയാണി തിന്നാനൊക്കെ ഇഷ്ടമാണ്. ഇപ്പം തിന്നുമ്പോൾ എൻ്റെ കൈയിട്ടിട്ട് ഞാൻ ബീഫ് എടുക്കും, അത്ര. ഞങ്ങളും ലൈവ് കണ്ടിട്ടാട്ടോ തിന്നുന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതിലേക്കൂടെ ഇങ്ങനെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നുകൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ DTDCയിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ തന്നെ സമയം ആവാനായിട്ടോ. എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം നിൽക്കണം. ഓൾറെഡി ഹൈലൈറ്റിൻ്റെ അവിടെ ബ്ലോക്ക് ഉണ്ടാവലുണ്ട്. പിന്നെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ ഓരോ പ്രകടനം കൂടി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടെ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് മുമ്പ് തെർമോക്കോൾ എടുക്കാനും പോകാണ്ട്. അപ്പോൾ നോക്കി വെക്കണം. ഇവിടെ പ്രിൻറ്റിങ് നടന്നുകൊണ്ട് കേട്ടോ. ഇതൊക്കെ A5 കേട്ടോ. ഞാൻ A4ലാണ് A5 പ്രിൻ്റ് ഇട്ടത്. അപ്പോൾ എത്ര ഭാഗമാണ് നമുക്ക് വേസ്റ്റായിട്ട് വരും. ഇതിൽ ജസ്റ്റ് ഞാൻ എഴുതി വെച്ചതാട്ടോ. എന്നിട്ട് അതിലിങ്ങനെ പ്രിൻ്റ് ചെയ്തങ്ങനെ ടിക്കിട്ട് പോവായി. അപ്പം ഇത് മൂന്നും ഇനി പ്രിൻ്റ് ചെയ്യാണ്ട് ഇതിലേക്ക് എന്തോ ഒരു എഡിറ്റിങ്ങിനുള്ള സാധനം കേട്ടോ. അതാണ് ഞാൻ മാറ്റി വെച്ചത്. ഇതൊക്കെ A3 കേട്ടോ. ഇതിലൊരു സെറ്റ് A3 ഞാൻ ഇന്ന് പ്രിൻ്റ് വെച്ചത്. നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന A3 കേട്ടോ. A3ൻ്റെ കോംബോ സെറ്റ്, അതായത് ഒരു കോംബോയിൽ 3 ഫ്രെയിംസ് ഉണ്ടാവുക. അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് ഓർഡർ വരുന്നത്. പിന്നെ ഗാലറി സെറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ആർക്കെങ്കിലും തന്നെ ഫ്രെയിംസ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ DM ചെയ്താൽ മതി.
ഇവിടെ അതാ എഡിറ്റ് ചെയ്ത വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക കേട്ടോ. ബാക്കി എഡിറ്റിങ് കഴിഞ്ഞോ? ഇപ്പോൾ ഈ പ്രിൻ്റ് ചെയ്ത സാധനങ്ങളൊക്കെ സിൽക്കിലിട്ട് വെക്കണം. പിന്നെ അഡ്രസ്സ് ഓൾറെഡി എടുത്തിട്ട് അവിടെ വോളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈസി കേട്ടോ. മറ്റേ ഈ ഒരു സമയത്ത് തിരക്കിട്ട് അഡ്രസ്സൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം നല്ല ആ പരിപാടിയൊക്കെ നോക്കട്ടെ കേട്ടോ. ഇനി പാക്ക് ചെയ്യാനുള്ള ഫ്രെയിംസ് വരണം കേട്ടോ. അത് അവിടുന്ന് ഓട്ടോയിൽ വിട്ടതാണ്. കാരണം നമ്മൾ പോർട്ടർ ത്രൂ അതും എടുക്കാൻ നോക്കിയിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ടൂ വീലറിൽ അത് കൊള്ളൂല, കുറച്ചധികം ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ ഓട്ടോയിൽ അത് വരുന്നുണ്ട്. ഇപ്പോൾ ടൗണിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേ ഇവിടെ എത്തണ്ടോ. അപ്പോൾ അതിന് മുന്നേ പ്രിൻറ്റിംഗ് ഒക്കെ ഫിനിഷ് ആക്കട്ടെ കേട്ടോ. ഓട്ടോ വന്നിട്ട് കേട്ടോ, ഞാൻ പോയിട്ട് ഫ്രെയിംസ് എടുത്തിട്ട് വരെ. ഫ്രെയിംസ് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വേഗം പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ സമയം 5 മിനിറ്റായി. അപ്പോൾ ഇനി വേഗം പാക്ക് ചെയ്തിട്ട് ഡിസ്പാച്ച് ചെയ്തിട്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വേഗം കൊണ്ടുപോട്ടെ. ഇതിപ്പോൾ നമ്മളെ പുതിയ സിസ്റ്റമാണല്ലോ, അഡ്രസ്സിനുള്ളത്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് എടുക്കണമല്ലോ. പെട്ടെന്ന് വരുന്ന അഡ്രസ്സ്, എന്ന് വന്ന അഡ്രസ്സാണ് അതന്നെ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക, കൊണ്ട് ഡിസ്പാച്ച് ചെയ്യാം. അപ്പോഴത്തൊക്കെ ഞാനവിടെ പ്രിൻറ്റ് ചെയ്ത് വെച്ചാൽ അഡ്രസ്സാട്ടോ. അപ്പോഴത്തൊക്കെ കൊണ്ടുപോയിട്ട് അതിൽ ഇതാണ്. ഇപ്പോൾ സൗണ്ട് ഉണ്ട്, മറ്റേ ഇതിൻ്റെ പരിപാടിയുടെ സൗണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഞങ്ങളത് ഡിസ്പാച്ച് ചെയ്യാൻ പോകുമ്പോൾ ബ്ലോക്കിൽ കുടുങ്ങിട്ടോ. കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്ന പടമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് DTDCയിലേക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ അവിടെ എത്തി ഡിസ്പാച്ച് ഒക്കെ ചെയ്തിട്ടോ. വരുമ്പോൾ ഒരു പായസം കുടിക്കാൻ തോന്നിട്ടോ, മധുരമുള്ള എന്തെങ്കിലും തിന്നാൻ തോന്നിട്ട് ഞാൻ അവിടെ ഒരു പായസത്തിന്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, അവിടുന്ന് വാങ്ങി. ഹോട്ടും കോൾഡും ഉണ്ടായിരുന്നു കേട്ടോ പായസം. ഞാൻ ഹോട്ട് പാലട പായസവും കോൾഡ് ഡ്രൈ ഫ്രൂട്ടിന്റെ പായസം കേട്ടോ കുടിച്ച്. എന്താ പരിപാടി ഉണ്ടായി കഴിഞ്ഞോ? ഓക്കേ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മളെ പരിപാടികൾ. ഇന്ന് രാവിലെ നോർമലി ഇവിടെ വന്ന രാവിലെ പ്രിൻറ്റിങ് അതൊക്കെ തന്നെയാണ് നടക്കൽ. പിന്നെ ഇന്നെന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ കുറച്ച് ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങണ്ട വിചാരിച്ചിട്ടായിരുന്നു നേരത്തെ ഇറങ്ങിയത്. പക്ഷേ ചെറിയൊരു രീതിയിൽ അവിടെ അങ്ങനെ പടകം പൊട്ടിക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് കുടുങ്ങി. അതുകൊണ്ട് ഇത്തിരി ഒന്ന് ലേറ്റായിപ്പോയി. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളുള്ളത് അല്ലേ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം.